ഹായ് മച്ചാമാരെ. അപ്പോൾ അൻസാർ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ റെസിപ്പിയുടെ വീഡിയോയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചിക്കൻ നന്നായിട്ട് തിരുമ്മി ആ ഉപ്പൊന്ന് അതിൽ പിടിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി തിരുമ്മി ആ തൈര് അതിലൊന്ന് പിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിരുമ്മി ആ കരിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിന് ഒന്ന് നന്നായിട്ട് തിരുമുക. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ആ പേസ്റ്റ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി ഒരു 3 ടീസ്പൂണ് 4 ടീസ്പൂൺ വരെ ആവാം. അത് ഓരോരുത്തരുടെ എരിവിൻ്റെ പാകം അനുസരിച്ചിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ കാശ്മീരിയാണ് ഇട്ടേക്കുന്നത്. പച്ചമുളകും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ എരിവ് പാകം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഇടുന്ന ഒരു ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിരുമ്മി നന്നായിട്ട് മസാല എല്ലാം അതിൽ പിടിച്ച് നന്നായിട്ട് ആവുന്ന വരെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ 1/2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞു. നമ്മൾ പാൻ വെച്ചു. പാനിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. തേങ്ങക്കൊത്തൊന്ന് മൂത്ത് ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള നമ്മൾ ചില്ലി ചിക്കനൊക്കെ അരിയില്ലേ, അത് ആ ടൈപ്പിൽ അരിഞ്ഞു വയ്ക്കുക. സവാള ഒരുവിധം വഴൻ്റെ ഒരു നല്ല പരിവായി തേങ്ങാക്കൊത്തും കിടന്ന് നമ്മൾ മിക്സ് ആകുമ്പോൾ നമ്മൾ പതിയെ തക്കാളി ഒരു 2 എണ്ണം ചെറിയ തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളതൊന്ന് മൂടി വെച്ച് അതിനുശേഷം നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കിയിരുന്ന കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോണ്ടല്ലോ, ആ കരിവേപ്പിലയും കൂടി ഇട്ടാണ്ട് ഇളക്കി കഴിയുമ്പോണ്ടല്ലോ, എൻ്റെ പൊന്ന് സാറേ എന്താ ഒരു മണം എന്നറിയാവാ.
അതൊന്ന് പരിവായി കഴിയുമ്പോൾ നമ്മൾ ആ ചിക്കൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കണില്ല കേട്ടോ, വെള്ളം ഒഴിക്കാതെയാണ് ചെയ്യുന്നത്. ചിക്കനിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങാനുണ്ട്, അപ്പോൾ ആ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി നമ്മൾ മൂടി വയ്ക്കുക. അതിനുശേഷം മൂടി തുറന്ന് വീണ്ടും ഇടയ്ക്ക് ഒന്ന് നോക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഇതൊക്കെ വെള്ളം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നമ്മൾ ആ അടപ്പ് തുറക്കുന്ന സമയത്ത് വരുന്ന ഒരു സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ്. നമുക്ക് എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കണ്ടോ, വെള്ളം ഇറങ്ങി, അത്യാവശ്യം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോൾ ഈ വെള്ളം നമ്മൾ മാക്സിമം ഒന്ന് വറ്റാൻ പാകത്തിന് ഒരുവിധം നല്ല ഒന്ന് കുറുകി നല്ല പാകമാവണ വരെ ഒന്ന് ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. വെള്ളം കുറുകി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒരു 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി, എൻ്റെ മോനെ.